ഖബർ അടക്കിയതിന് ശേഷം ഖബർ സ്ഥലത്ത് ദീർഘനേരം പ്രാർത്ഥനയുണ്ടോ? അതിനു മുമ്പ് കുറേ നേരം ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്നു. അപ്പൊ അതില് പ്രാർത്ഥന, മരിച്ച ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് പറയുന്നത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അതില് വിവിധ രീതികൾ സ്വീകരിക്കാവുന്നതാണത്. പക്ഷെ അതിലൊന്നും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന രീതിയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കി ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ദീനിൽ ബിദ്അത്തായി മാറും. അതേ സമയത്ത് വ്യത്യസ്ത സന്ദർഭങ്ങൾ വ്യത്യസ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളത്, നബിയുടെ ഒരു രീതി എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഖബറടക്കം നിർവഹിച്ച് അതിൽ മണ്ണ് വാരിയിട്ട് ആ ഖബറടക്കം പൂർത്തിയായി കഴിഞ്ഞാൽ കൂടി നിന്ന ആളുകളോട് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടെങ്കിൽ ഉപദേശിക്കുമായിരുന്നു. പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഒരാളുടെ ഖബർ അടക്കിയതിന് ശേഷം അവിടെ നിന്ന് ഉപദേശിച്ചതായിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൽപ്പെട്ട ഒന്നാണ് യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ. ഉമ്മാന്റെ തൃപ്തിയില്ലാതെ മരിച്ചുപോയ ഒരാളുടെ ഖബറങ്ങ വെച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്, അള്ളാഹിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, പിന്നെ അള്ളാഹിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് ഉപദേശിച്ചതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ഉപദേശങ്ങൾ നൽകുമായിരുന്നു. മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും പരലോക ചിന്തയെ ഉണർത്തുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ റസൂൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ റസൂൽ പൊതുവിൽ ചെയ്യാറുണ്ടായിരുന്ന രീതി, സ്വല്ലു അലാ സ്വാഹിബുക്കും സിർറൻ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി സ്വകാര്യമായിട്ട് പ്രാർത്ഥിച്ചോളി എന്ന് പറയുകയും റസൂൽ സ്വകാര്യമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയാണ് റസൂൽ സ്വീകരിച്ചിരുന്നത്. കൂട്ടായി പ്രാർത്ഥിക്കുന്ന രീതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ചെയ്തതായിട്ട് വന്നിട്ടില്ല. എന്ന് കരുതി കൂട്ടപ്രാർത്ഥന എല്ലാ സമയത്തും പ്രശ്നമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുമില്ല. അത് സുന്നത്താണ്, അതൊരു മരിച്ചാൽ ചെയ്യണമെന്ന രീതിയാണ് എന്നുള്ള രീതിയിൽ ഒരു രീതി ആവിഷ്കരിച്ചെടുക്കുന്നതാണ് ദീനിൽ ബിദ്അത്തായ കാര്യം എന്ന് പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരാൾ മരിച്ചു, ആ സമയത്ത് ആ മരിച്ച ആളുകൾക്ക് അയാൾ ഖബറിലേക്ക് വെക്കപ്പെട്ടതിന് ശേഷം അയാൾ ഖബറിൽ ചോദ്യത്തിന് വിധേയനാകാൻ പോവുകയാണ്. ആ സന്ദർഭത്തെ മുൻനിർത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ചോദ്യത്തിൻ്റെ സമയത്ത് അയാൾക്ക് തസ്ബീത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതിനൊന്നും ദീനിൽ വിലക്കില്ല, അതിനൊന്നും കണിശമായ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കണില്ല. പിന്നെ അയാൾക്ക് ആകെ ഉപകാരപ്പെടുക നമ്മുടെ വിശ്വാസികളുടെ പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥന നമ്മൾ കൊടുക്കുക. അത് തന്നെയും ഇനിയിപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ അത് നിർബന്ധമായിട്ടും അങ്ങനെ നടക്കണം, അതങ്ങനെ ഒരു രീതിയാണ് ഇസ്ലാമിലെ എന്ന രീതിയിൽ മനസ്സിലാക്കാതിരുന്നാൽ മതി. അതിനപ്പുറമുള്ള ചടങ്ങുകളിലേക്കും രീതികളിലേക്കൊന്നും കടന്നു ചെല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചാലും മതി. എന്ന് മാത്രമല്ല, അത്തരം ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് വലിയ ഒരു ആശ്വാസം കൂടി നൽകുന്ന കാര്യമായിരിക്കും. അപ്പം ആ നിലക്ക് അത് ചെയ്യാവുന്നതാണ്. അത് തന്നെ ഒരു ഇതിൽ ദീർഘനേരം പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചത്, ദീർഘനേരം എന്നൊക്കെ പറയുന്ന ആപേക്ഷികമാണ്. ചില നേരത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ തന്നെ ഇത് വല്ലാത്ത പ്രാർത്ഥനയായല്ലോ എന്ന് നമുക്ക് തോന്നും. ചില നേരത്ത് ചില പ്രാർത്ഥനകൾ എത്ര നീണ്ടുപോയാലും എങ്ങനെ തസ്ബീത്ത് അടിസ്ഥാനപരമായിട്ടൊരു പ്രാർത്ഥന. ഇപ്പൊ തസ്ബീത്തും ഒരു സുന്നത്തായ കാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി തസ്ബീത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താന്ന് ചോദിച്ചാൽ, ഇത് തസ്ബീത്ത് ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊടുത്താലേ ആൾക്കാർ ചൊല്ലുള്ളൂ എന്ന അവസ്ഥ വരുന്നത് കൊണ്ട് ചൊല്ലിക്കൊടുക്കുകയും അങ്ങനെ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന രീതി ഉണ്ടായാൽ മതി. അതന്നെ എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥന പോലെ നിർവഹിക്കുകയാണ് വേണ്ടത്. ആ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹിനോട് തേടുകയാണ് വേണ്ടത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അള്ളാഹു മലക്കുകളുടെ ചോദ്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് സ്ഥൈര്യം നൽകണമേ എന്നാണ് അതിൽ പ്രാർത്ഥിക്കുന്നത്. അയാൾക്ക് പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്നൊക്കെയുള്ള ഇതാണ്. ആ പ്രാർത്ഥന ചൊല്ലുക എന്നതാണ് പ്രധാനം. അതങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് അല്ല പ്രധാനം എന്നതാണ്.
അങ്ങനെ തൽക്കീന് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്ന തൽക്കീനുണ്ട്. അത് തൽക്കീൻ, ആ തൽക്കീൻ കൊണ്ട് ഫലമുണ്ടാവുകയില്ല. അതിന് ദീനിൽ അടിസ്ഥാനമില്ല. ഹദീസുകളുടെ പിൻബലം എന്തായാലും ഇല്ല. അത് പിൽക്കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ സ്വീകരിച്ചു പോകുന്ന ഒരു രീതിയാണ്. അത് ബിദ്അത്ത് എന്നാണ് അതിന് പറയാവുന്നത്. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. കാരണം ചൊല്ലിക്കൊടുക്കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലേ അറിയും. ഈ ഇങ്ങനെ ഖബർ കിടക്കുന്ന ഇദാ ജാഅക്കൽ മലക്കാനിൽ മുവക്കലാനി, ചുമതലയേൽപ്പിക്കപ്പെട്ട 2 മലക്കുകൾ മുൻകറും നക്കീറും വന്നാൽ അവർ നിന്നോട് മൻ റബ്ബുക്ക മൻ നബിയുക്ക അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നീ ഇങ്ങനെ അള്ളാഹു റബ്ബി, അള്ളാഹൻ റബ്ബ്, ഇത് പുറത്തുനിന്ന് ചൊല്ലിക്കൊടുക്കും. നമ്മുടെ സാധാരണ പരീക്ഷയിൽ തന്നെ കോപ്പി അടിക്കാൻ നമ്മൾ സമ്മതിക്കൂലല്ലോ. പിന്നെ ഇതിപ്പോൾ പടച്ചോനായിട്ടുള്ള കളിയിൽ അത്രയും കാലത്തെ ജീവിതമൊക്കെ വിട്ടിട്ട് അയാൾക്ക് സ്വയം അയാളുടെ ജീവിതം കൊണ്ട് അള്ളാഹു റബ്ബി എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസവും ശുദ്ധതയും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തുനിന്നത് പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതെത്തുന്ന ഒരു ഇടമല്ല ഖബർ. അപ്പം അതൊരു ഈ കുടുംബക്കാരെ സമാധാനിപ്പിക്കാൻ വേണമെങ്കിൽ ഉള്ളൊരു പരിപാടി. സംഗതി ഇപ്പോൾ നിങ്ങളൊന്നും കൊണ്ട് പേടിച്ചണ്ട, മൂപ്പർക്കുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കണ്, നിങ്ങൾ ആ കാര്യം ആലോചിച്ച് ബേജാറാകണ്ട എന്നതിനുള്ളൊരു ഏർപ്പാട് എന്നതിനപ്പുറത്ത് അതിന് ഫലമുണ്ടാവുകയില്ല. കാരണം അങ്ങനെ വന്നാൽ ഈ പറഞ്ഞതൊക്കെ ബാത്തിലായി. ഒരാൾ അവസാനം നല്ലൊരു മൂല്യർ വന്നിട്ടത് തൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ പോരെ ഖബർ കഴിച്ചിലാകാൻ? അപ്പം അത് വ്യർത്ഥമാണ്. അത് ഒരടിസ്ഥാനവും ഇല്ല ശരി ദീന്. അതിങ്ങനെ തുടർന്ന് പോരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.